ബോഡി കാണേണ്ടിയിരുന്നില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഛേ, ഇന്നലെ ഇവിടെ വന്നപ്പോ അനസിനൊന്ന് കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് കാണാമായിരുന്നു അല്ലേ? ബോഡി ഇന്ന് വിട്ടുകിട്ടുമോ? പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് 3-4 ദിവസം എടുക്കും. അവന്റെ ഉമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. വാപ്പ മരിച്ചിട്ട് എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതാ. ഇതാ വക്കീലിന്റെ സെക്രട്ടറി എന്നതാ. നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇല്ല, ഇന്ന് ലീവ് എടുത്തു. ഞാനിന്ന് വരുന്ന വഴിക്ക് ബോഡി കണ്ടു. എന്താ എന്താ നമ്മുടെ നാടിന് പറ്റിയേ? എല്ലാ ദുരന്തങ്ങളും നമ്മുടെ നാട്ടുകാർക്കാണല്ലോ. നമ്മുടെ നസറുദ്ദീന്റെ കാര്യം തന്നെ നോക്ക്. തമാശ കളിച്ചതാ. ഇപ്പോ വധശിക്ഷക്കാ വിധി വന്നിരിക്കുന്നത്. നീ നസറുദ്ദീന്റെ ഭാര്യയും കുട്ടിയും കണ്ടിരുന്നാ? പോരുന്നതിന് 2 ദിവസം മുമ്പ് ഞാനവിടെ പോയിരുന്നു. അവന്റെ മോൾ എന്നോട് ചോദിച്ചു, എന്റെ ഉപ്പാനെ കണ്ട വേഗം വരാൻ പറയുവോന്ന്. സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി.
انت نفر مضبوط. انت نفر بارك الله فيك. جزاك الله خير. وايد زين. എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായ? ഉം. ഒരു വലിയ പുണ്യമാണ് നീ ചെയ്തത്. ഇതിന്റെ പ്രതിഫലം ദൈവം നിനക്ക് തരുമെന്ന്. അസ്സലാമു അലൈക്കും. مع السلامة. مع Thank you, السلامة. sir. حياكم الله. എന്തായി? ബെഡ് ബൺ സ്വീകരിച്ചോ? ഉം. സ്വീകരിച്ചു. ചില ഫോർമാലിറ്റികൾ കൂടി ബാക്കിയുണ്ട്. മറ്റന്നാൾ പുറത്തിറങ്ങാന്ന വക്കീല് പറഞ്ഞേ. ചിലപ്പോഴൊക്കെ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നീ ശരിക്കും അതാടാ. എന്താടാ നീ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഞാൻ എന്ത് ചെയ്തെന്നാ നീ ഈ പറയുന്നത്? ഇതെന്റെ കടമയല്ലേടാ. നിങ്ങൾക്കറിയാലോ, അച്ഛന്റെ മരണശേഷം ജീവിതം വഴിമുട്ടി നിന്നപ്പോ ആരുമില്ലാതിരുന്നിട്ടും അന്ന് എന്നെ പിടിച്ചു കരകയറ്റാൻ ഈ നസറുദ്ദീനെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതാണെങ്കിലും അന്ന് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ അവൻ എന്നെ സഹായിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇന്നിങ്ങനെ ഒരു വലിയ നിലയിലെത്തിയത്. നീ അതൊന്നും മറന്നിട്ടില്ല അല്ലേ രാജ? മറക്ക്. വാടാ പോവാം. ബാല എനിക്ക് എയർപോർട്ടിൽ പോണ്ട. നീ കേട്ടോ. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലേ? രാജ എഴുന്നേറ്റില്ലേ? ഒന്ന് വിളിച്ചേക്കണേ. നിങ്ങൾ കണ്ട ആ നസ്രുദ്ദീന്റെ ഒരു സന്തോഷം? താൻ എന്താടോ ഈ പറയണേ? സ്വാതന്ത്ര്യത്തിന്റെ സുഖം ആവാ അനുഭവിക്കണത്. ബഷീറെ, രാജ റെഡിയാന്ന് നോക്കിയേ. എണീറ്റിട്ടില്ല. നസ്രുദ്ദീനോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യമില്ലായിരുന്നെങ്കിൽ നെസ്രുവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ നേരത്ത് അവര് നാട്ടിലുണ്ടാവും. നസ്രു, ബാല, അസർഫേ, എന്തേ? ഒന്നും കിട്ടു വന്നേ. എന്താ ഞാനീ കാണുന്നത് റബ്ബേ?
ആ. പടച്ചോനെ. അങ്ങനെ നാളെ നസറുദ്ദീനുമൊത്ത് ഞാൻ ഈ മഹാനഗരത്തോട് വിട പറയുകയാണ്. ഏതു നിമിഷവും എവിടെ വെച്ചും മരണം സംഭവിക്കാവുന്ന മാരക രോഗത്തിനടിമയാണ് ഞാനെന്നറിഞ്ഞ ദിവസം. ഞാൻ നേടിയ കോടികൾ എല്ലാം ചേർത്തു കൊടുത്താലും എൻ്റെ ജീവൻ നിലനിർത്താനാവില്ല എന്ന സത്യം വേദനയോടെ മനസ്സിലാക്കിയ നിമിഷം. നേടിയതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ഇഷ്ട ശരീരത്തോട് ജീവൻ വിട പറയുന്നതിന് മുൻപ് സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് എൻ്റെ സുഹൃത്തിൻ്റെ ജീവന് വേണ്ടി ഉപയോഗിക്കാനായ സന്തോഷത്തോടെ നാളെ ഈ സുന്ദര നഗരത്തോട് ഞാൻ യാത്ര പറയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സുഖങ്ങളോട്, കണ്ണുനീരിനോട്, എന്നോടൊട്ടി നിന്ന എൻ്റെ സുഹൃത്തുക്കളോട്, കണ്ടുമതി വരാത്ത ഈ അമ്പര ചുംബികളോട് എല്ലാവരോടും വിട. അവശേഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം കഴിച്ചുകൂട്ടാൻ സ്നേഹപൂർവ്വം വീണ്ടും വിട.